6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഏകകം 2 അതിൽ ജി കുമാരപിള്ള എഴുതിയ ജീവനുള്ള പാട്ട് എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജീവനുള്ള പാട്ട്. പാട്ടിനോട് മനുഷ്യന് ഒടുങ്ങാത്ത പ്രണയമാണ്. ഉള്ളിലെ സംഗീതത്തോടൊപ്പം പ്രകൃതിയിലും പ്രകൃതി വസ്തുക്കളിലും സംഗീതം കണ്ടെത്തിയ മനുഷ്യൻ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ ആ ആസ്വാദനത്തെ ഒപ്പം കൂട്ടുന്നു. ഭാഷയുടേതായ അതിർവരമ്പുകളില്ലാതെ മനുഷ്യ മനസ്സുകളെ തൊട്ടുണർത്തുന്ന കലയാണ് സംഗീതം. കേവലമായ ഒരു മുളംതണ്ടിലും സംഗീതത്തിന്റെ മാസ്മരികത സൃഷ്ടിക്കാൻ സ്ഥിരോത്സാഹിയായ മനുഷ്യന് സാധിച്ചു. അതുകൊണ്ട് തന്നെ മുളംതണ്ട് ഒരു ഗൃഹാതുരതയായി മാറി. പുല്ലാങ്കുഴൽ നാദത്താൽ വൃന്ദാവനത്തെയാകെ ആനന്ദത്തിൽ ആറാടിച്ച കണ്ണന്റെ കഥകൾ നാം കേട്ടിട്ടുണ്ട്. അത്രയധികം മാസ്മരിക ശക്തിയുണ്ട് ഓടക്കുഴൽ നാദത്തിന്. വേണുമൂതുന്ന ഗന്ധർവ ബാലനും ആട്ടിടയനുമെല്ലാം മലയാളിക്ക് ചിരപരിചിതരാണ്. ഒരു ഗന്ധർവ ബാലന്റെ ഗാനത്തിൽ മതിമറന്നിരിക്കുന്ന പെൺകുട്ടി ഗാനത്തിലൂടെ മാത്രം താൻ അനുഭവിച്ച സൗന്ദര്യത്തെ നേരിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിൽ സംഗീതം സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും പ്രകൃതിയിലെ സൂക്ഷ്മഭാവങ്ങളിൽ ഓരോന്നിലുമുള്ള അനിർവചനീയമായ സംഗീതം ദർശിക്കാനാവും. അത്തരത്തിൽ പ്രകൃതിയിൽ നിന്ന് അനുഭവിക്കുന്ന സംഗീതം ഗന്ധർവ ബാലന്റെ പാട്ടായി കുട്ടിക്ക് അനുഭവപ്പെടുന്നു. ജി കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന കവിതയിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് പാഠഭാഗം. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകുമോ. കാട്ടുപുൽത്തണ്ട്, അവിടെ കാട്ടുപുൽത്തണ്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതും ഓടക്കുഴലിനെയാണ്. അത്ഭുതം, അസാധാരണമായിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ ആശ്ചര്യമായിട്ടുള്ള ദാരം, മഹാമനസ്കതയുള്ള കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതകരവും നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലുമുള്ളതുമായ ആ പാട്ടുപാടുന്ന ഗന്ധർവ ബാലക. ബാലകൻ കുട്ടി, ആൺകുട്ടി. കാട്ടുപുൽത്തണ്ടിലൂടെ അത്ഭുതകരമായ പാട്ട് പാടുന്ന ഗന്ധർവ ബാലകനോട് പെൺകുട്ടി പറയുകയാണ്, ഈ ജനാലതൻ മുന്നിൽ അരക്ഷണം നിന്നിട്ട് പോകുമോ. എങ്ങനെ? മൂകനായിട്ട്. മൂകനായിട്ടെന്ന് വെച്ചാൽ നിശബ്ദനായിട്ട്. ഈ ജനാലയുടെ മുന്നിൽ അരക്ഷണം, അല്പനേരം. ക്ഷണം സമയത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ അല്പനേരം നിശബ്ദനായിട്ട് നിന്നിട്ട് പോകുമോ, അതായത് ഓടക്കുഴൽ ഊതാതെ ഒന്ന് നിന്നിട്ട് പോകുമോ എന്നാണ് ചോദിക്കുന്നത്. കാട്ടുപുൽത്തണ്ടിലൂടെ അത്ഭുതകരമായ പാട്ട് പാടുന്ന ഗന്ധർവ ബാലനോട് പെൺകുട്ടി പറയാണ്, ഗന്ധർവ ബാലക, ഈ ജനാലയുടെ മുന്നിൽ അരക്ഷണം നിശബ്ദനായി നിന്നിട്ട് പോകുമോ എന്ന്. എന്തിനാണ്? താവകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം. എന്തിനാണ് അവിടെ നിന്നിട്ട് പോകാൻ പറയുന്നത്? താവക ഉജ്ജ്വല ഗാനത്തിൽ നിന്ന്. താവകം നിൻ്റേത്, ഉജ്ജ്വലം പ്രകാശിക്കുന്നത്, വളരെ ശോഭിക്കുന്നത് എന്നർത്ഥം. നിൻ്റെ ആ ഉജ്ജ്വലമായ ഗാനത്തിൽ നിന്നും ഞാൻ വേർതിരിഞ്ഞ് വേർപ്പെടുത്തി ഒന്ന് കാണട്ടെ നിൻ മുഖം, നിൻ്റെ മുഖം. നിൻ്റെ പാട്ടിൽ നിന്ന്, നിൻ്റെ ആ ഗാനത്തിൽ നിന്ന് വേർപ്പെടുത്തി നിൻ്റെ മുഖം ഒന്ന് ഞാൻ കാണട്ടെ. പാട്ട് പാടുമ്പോൾ ആ മുഖം കാണാൻ പറ്റുന്നില്ല. എന്താ കാരണത്? ഗാനലോലനായി എന്നെന്നും മന്തിയിൽ ഈ വഴിക്കു നീ പോകുന്ന വേളയിൽ ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരിച്ചാനദാസ്യയെ നിന്നു പോകുന്നു ഞാൻ. ഗാനലോലനായി എന്നെന്നും അന്തിയിൽ, ഗാനത്തിൽ ആറാടി എന്നെന്നും എല്ലാ ദിവസവും അന്തിയിൽ, സന്ധ്യാസമയത്ത് ഈ വഴിക്ക് നീ പോകുന്ന വേളയിൽ, വേള അവസരം, വേളയിൽ അവസരത്തിൽ ലോലമാകുമ പുല്ലാങ്കുഴലിലെ. ഇവിടെ ലോലമാകുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനം കുറഞ്ഞത്, എളുപ്പം പൊട്ടിപ്പോകുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. മെലിഞ്ഞ് സുന്ദരമായ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് അതെടുക്കാം. മെലിഞ്ഞ് സുന്ദരമായ ആ പുല്ലാങ്കുഴലിലെ, ആ ഓടക്കുഴലിലെ നാദലോക മഹാത്ഭുത ധാരയിൽ. നാദം, ഗാനം,
ലോകനാദലോകം മഹാത്ഭുത ധാരയിൽ, ധാര പ്രവാഹം, മെലിഞ്ഞു സുന്ദരമായ പുല്ലാങ്കുഴലിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ നാദത്തിൻ്റെ അത്ഭുത പ്രവാഹത്തിൽ ലീനയായി സ്വയം സർവവും വിസ്മരിച്ച് ആനദാസ്യയായി നിന്നു പോകുന്നു ഞാൻ. ലീനയായി, ലയിച്ച്, അതിൽ ആ ഗാനത്തിൽ ലയിച്ച്, സ്വയം സർവവും, എല്ലാ കാര്യവും എല്ലാം തന്നെ വിസ്മരിച്ച് മറന്നിട്ട് ആനദാസ്യയായി, ആനദം കുനിഞ്ഞത് എന്നർത്ഥം, ആസ്യം മുഖം, ആനദാസ്യയായി കുനിഞ്ഞ മുഖത്തോടുകൂടി നിന്നു പോകുന്നു ഞാൻ നിന്നു പോകുകയാണ്. ജനാലയുടെ മുന്നിൽ അരക്ഷണം നിൽക്കണം. എന്തിനാ? നിന്റെ മുഖം ഒന്ന് കാണണം. എന്താ കാരണം? എല്ലാ വൈകുന്നേരങ്ങളിലും ഗാനത്തിൽ മുഴുകി നീ ഈ വഴിയിലൂടെ പോകുന്ന അവസരത്തിൽ ഞാൻ നിന്റെ ആ നാദലോകത്തിൻ്റെ അത്ഭുതധാരയിൽ ലയിച്ചിട്ട് മുഖം കുനിച്ച് നിന്നു പോകുകയാണ്. എന്താ സംഭവിക്കുക? മുഖം കാണാൻ സാധിക്കുന്നില്ല, ആരാ പാടുന്നതെന്ന് കാണാൻ സാധിക്കുന്നില്ല. ആ നാദത്തിൽ അങ്ങോട്ട് ലയിച്ച് പോവുകയാണ് ചെയ്യുന്നത്. കാൺമതില്ല ഞാൻ ഒന്നും അമേയമാം ആത്മവിസ്മൃതി പുൽകുമാവേളയിൽ. കാൺമതില്ല, കാണുന്നില്ല ഞാൻ ഒന്നും അമേയമാം, അമേയം അളവില്ലാത്തത്. ആത്മവിസ്മൃതി, തന്നെ തന്നെ മറന്നുകൊണ്ട് നിൽക്കുന്ന ആ വേളയിൽ, പുൽകുമാ വേളയിൽ നിൽക്കുന്ന ആ അവസരത്തിൽ കാൺമതില്ല ഞാൻ ഒന്നും അമേയമാം ആത്മവിസ്മൃതി പുൽകുമാ വേളയിൽ. അളക്കാനാവാത്ത ആത്മവിസ്മൃതിയിൽ മുഴുകുന്ന ആ സമയത്ത് ഞാൻ ഒന്നും തന്നെ കാണുന്നില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ആ ഗാനത്തിൽ മതിമറന്ന് നിന്നു പോവുകയാണ്. അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിലലിഞ്ഞു ചേർന്നിടവേ എന്തിനോ പ്രദക്ഷിണം വയ്ക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. അങ്ങു ദൂരെ നിന്റെ ആ ദിവ്യമായിട്ടുള്ള ഗാനം അന്തിവാനിൽ, സന്ധ്യാസമയത്തെ ആകാശത്തിൽ അലിഞ്ഞു ചേർന്നിടവേ, സന്ധ്യാസമയത്തെ ആകാശത്തിൽ നിന്റെ ആ സ്വർഗീയമായ ഗാനം അലിഞ്ഞു ചേർന്നിടുമ്പോൾ എന്തിനോഹ പ്രദക്ഷിണം വയ്ക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. മാമക കൗതുകം, മാമക എൻ്റെ കൗതുകം, അതിയായ താല്പര്യം. എൻ്റെ കൗതുകം നിന്റെ ചുറ്റിനും പ്രദക്ഷിണം വയ്ക്കുകയാണ്, വലം വയ്ക്കുകയാണ്. നിന്റെ ഗാനത്തിൽ തന്നെയാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ. നിന്റെ ആ സ്വർഗീയമായ ഗാനാമൃതം സന്ധ്യാസമയത്തെ ആകാശത്തിൽ അലിഞ്ഞു ചേർന്നിടുമ്പോൾ എന്തിനോഹ പ്രദക്ഷിണം വയ്ക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. എൻ്റെ കൗതുകം നിന്റെ ചുറ്റിലും വലം വയ്ക്കുകയാണ്. എന്തിനാണ്? ആ മുഖമൊന്ന് കാണാൻ. ഗാനം അങ്ങ് അലിഞ്ഞലിഞ്ഞ് ചേർന്ന് പോയി കഴിയുമ്പോഴായിരിക്കും പെൺകുട്ടി ഓർക്കുന്നത്, അയ്യോ അതാരാണ് പാടിയത്, ആളെ കണ്ടില്ലല്ലോ എന്നുള്ളത്. അതാണ് ആ പെൺകുട്ടി പറയുന്നത്. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിൽ അരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകണേ. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതകരമായ പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാലയുടെ മുന്നിൽ അരക്ഷണം നിശബ്ദനായി നിന്നിട്ട് പോകണേ. ഒരപേക്ഷയാണത്. പോകണേ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കവിതയുടെ അർത്ഥം എന്താണ്? കാട്ടുപുൽത്തണ്ടിലൂടെ അത്ഭുതകരമായ പാട്ട് പാടുന്ന ഗന്ധർവ ബാലനോട് പെൺകുട്ടി പറയുകയാണ്, ഗന്ധർവ ബാലക, ഈ ജനാലയുടെ മുന്നിൽ അരക്ഷണം നിശബ്ദനായിട്ടൊന്ന് നിന്നിട്ട് പോകാമോ? ഉജ്ജ്വലമായ ഗാനത്തിൽ നിന്ന് വേർപെടുത്തി നിന്റെ മുഖം ഞാനൊന്ന് കണ്ടിടട്ടെ. എല്ലാ വൈകുന്നേരങ്ങളിലും ഗാനത്തിൽ മുഴുകി നീ ഈ വഴിയിലൂടെ പോകുന്ന അവസരത്തിൽ ഞാൻ നിന്റെ നാദലോകത്തിൻ്റെ അത്ഭുതധാരയിൽ ലയിച്ചിട്ട് മുഖം കുനിച്ച് നിന്നു പോവുകയാണ്. അളക്കാനാവാത്ത ആത്മവിസ്മൃതിയിൽ മുഴുകുന്ന ആ സമയത്ത് ഞാൻ ഒന്നും തന്നെ കാണുന്നില്ല. അങ്ങ് ദൂരെ അന്തിവാനിൽ നിന്റെ ദിവ്യഗാനം അലിഞ്ഞു ചേരുമ്പോൾ അപ്പോൾ എൻ്റെ കൗതുകം നിന്റെ ചുറ്റിലും പ്രദക്ഷിണം വയ്ക്കുകയാണ്. കാട്ടുപുൽത്തണ്ടിലൂടെ അത്ഭുതകരമായ പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാലയുടെ മുന്നിൽ അരക്ഷണ നിശബ്ദനായിട്ട് ഒന്ന് നിന്നിട്ട് പോകണേ എന്ന്
പെൺകുട്ടി പറയുകയാണ്. കവിയെ പരിചയപ്പെടാം. ജി കുമാരപിള്ള. വള്ളത്തോളിൻ്റെയും ചങ്ങമ്പുഴയുടെയും കാവ്യ പാരമ്പര്യത്തെ ആധുനിക കവിതയുമായി ബന്ധിപ്പിച്ച കവി. കോട്ടയം ജില്ലയിലെ വെന്നിമലയാണ് ജന്മസ്ഥലം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അരളിപ്പൂക്കൾ, മരുഭൂമിയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം, കവിത, സപ്തസ്വരം എന്നിവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. പഠന പ്രവർത്തനങ്ങൾ. വായിക്കാം, പറയാം. കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓടക്കുഴലിനെയാണ് കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. പുൽവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈറ, ഈറ്റ, മുള എന്നീ പേരുകൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കവി പുല്ലാങ്കുഴലിനെ കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗന്ധർവബാലൻ്റെ നാദധാര കേൾവിക്കാരിയെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത്? ഗന്ധർവബാലൻ്റെ നാദധാരയിൽ സ്വയം ലയിച്ച് എല്ലാം മറന്ന് മുഖം കുനിച്ച് കേൾവിക്കാരി നിന്നുപോയി. സ്വയം മറക്കുന്ന ആ അവസ്ഥയിൽ അവൾ ഒന്നും തന്നെ കാണുന്നില്ല. ബാലൻ്റെ ഗാനം അന്തിവാനിൽ അലിഞ്ഞു ചേരുമ്പോൾ അവളുടെ കൗതുകം അവനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നു. ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്ന് നിന്നിട്ടു പോകണേ. മൂകനായി ഒന്ന് നിൽക്കണമെന്ന് പെൺകുട്ടി പറയാൻ കാരണമെന്ത്? ഗാനത്തിൽ നിന്നും വേർപെടുത്തി ഗന്ധർവബാലൻ്റെ മുഖം കാണുവാൻ പെൺകുട്ടി ആഗ്രഹിക്കുന്നതാണ് ഇതിന് കാരണം. അടുത്തത് പാടാം, രസിക്കാം എന്നുള്ളതാണ് കവിത. നിങ്ങൾ ചൊല്ലുക. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകുമോ? താവകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം. ഗാനലോലന എന്നെന്നു മന്തിയിൽ ഈ വഴിക്കു നീ പോകുന്ന വേളയിൽ ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരി ജാനദാസ്യയായി നിന്നു പോകുന്നു ഞാൻ. കാൺമതില്ല ഞാൻ ഒന്നും അമേയമാം ആത്മവിസ്മൃതി പുൽകുമാ വേളയിൽ അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിലലിഞ്ഞു ചേർന്നിടവേ. എന്തിനോഹ പ്രദക്ഷിണം വയ്ക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകണേ. വിശകലനം ചെയ്യാം. താവകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം. പെൺകിടാവ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? ഗന്ധർവബാലൻ്റെ നാദധാരയിൽ ലയിച്ചു നിൽക്കുമ്പോൾ പെൺകുട്ടി സ്വയം മറന്നുപോകുന്നു. അപ്പോൾ ഗായകൻ്റെ മുഖം കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മുഖം കാണട്ടെ എന്നാണ് പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. കലയിലെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഈ വരികളിൽ കവി വെളിപ്പെടുത്തുന്നത്. കലാകാരനെയും കലയെയും കാണേണ്ടത് എങ്ങനെ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. കലാസൃഷ്ടി ഉണ്ടാകുന്നത് കലാകാരനിൽ നിന്നാണ്. അത് ആസ്വദിക്കുമ്പോൾ സ്വാഭാവികമായി കലാകാരനെ അറിയുവാൻ ആഗ്രഹം ഉണ്ടാകും. ചിത്രം വരയ്ക്കാം. അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേർന്നിടവേ. അസ്തമയ പ്രഭയിൽ അകന്നു പോകുന്ന ഗന്ധർവബാലൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക. സന്ധ്യാസമയത്ത് ആകാശത്തിലേക്ക് അകന്നു പോകുന്ന ആ ഗന്ധർവബാലൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക. പ്രഭാതത്തിലും സന്ധ്യാസമയത്തുമുള്ള ആകാശം പകലിൽ നിന്ന് വ്യത്യസ്തമാണ് നിറത്തിൽ. ഗന്ധർവന്മാർ എന്നാൽ ദേവലോകത്തിലെ ഗായകന്മാരാണ്. ഗന്ധർവന്മാർ പാട്ടുപാടുമ്പോൾ ദേവലോകത്തിലെ അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു. ഗന്ധർവന്മാർക്ക് വളരെയധികം സൗന്ദര്യമുണ്ട് എന്നാണ് പറയുന്നത്. അവർ ഭൂമിക്ക് മുകളിലൂടെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. യക്ഷികളുടെ പുരുഷന്മാരാണ് ഗന്ധർവന്മാർ എന്നും പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതത്തിൽ ഗന്ധർവന്മാരെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ ഉണ്ട്. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത് ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള ഗന്ധർവൻ എന്ന പെൺകുട്ടിയുടെ കാഴ്ചപ്പാടാണ്.
ഗന്ധർവൻ എന്നത് ആരും കണ്ടിട്ടില്ല, എന്നാലും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഓടക്കുഴൽ ഊതിക്കൊണ്ട് സന്ധ്യാസമയത്ത് ആകാശത്തിലൂടെ മറഞ്ഞു പോകുന്ന ആ ഗന്ധർവ രൂപം മനസ്സിൽ ഭാവന ചെയ്ത് വരയ്ക്കുക. കാവ്യഭംഗി. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക. വരികളിലെ സൗന്ദര്യം ചർച്ച ചെയ്യൂ. ഇതുപോലുള്ള മറ്റു വരികൾ കണ്ടെത്തൂ. ഈ വരികളിൽ കവി സുന്ദരമായ ഭാവനയുടെ അംശങ്ങൾ ലയിപ്പിച്ചിരിക്കുന്നു. ഓരോ വാക്കും വായനക്കാരിൽ പ്രത്യേകമായ അനുഭൂതി പകരുന്നതാണ്. ഓടക്കുഴൽ എന്ന അർത്ഥത്തിൽ കാട്ടുപുൽത്തണ്ട് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു ഗന്ധർവൻ നടത്തുന്ന അത്ഭുതമായാണ് കവി വർണ്ണിക്കുന്നത്. കാട്ടുപുൽത്തണ്ടിൽ നിന്നും അത്ഭുതോദാരമായ പാട്ടുണർത്തുന്നു എന്ന സങ്കല്പം അസാധാരണം തന്നെയാണ്. അതൊരു ഗന്ധർവന് മാത്രമേ സാധിക്കുകയുള്ളൂ. പുൽത്തണ്ടിൽ നിന്ന് പോലും അത്ഭുതകരമായ ഗാനം സൃഷ്ടിക്കുന്നു. ഇത് ഗന്ധർവ വിദ്യയാണെന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നതാണ് കവിയുടെ വാക്കുകൾ. ഗന്ധർവ ബാലക എന്ന പ്രയോഗത്തിൽ തീരെ ചെറിയ കുട്ടിയാണ് എന്ന് മനസ്സിലാകുന്നു. ഗന്ധർവ കുലത്തിലെ ചെറിയ കുട്ടിക്ക് അത്ഭുതം പ്രവർത്തിക്കാനാകുമെന്ന് കവി സൂചന നൽകിയിരിക്കുന്നു. ഉണർത്തുക എന്ന പദമാണ് ആശയകേന്ദ്രമായി നിൽക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒന്നിനെയാണ് ഉണർത്തുന്നത്. കാട്ടുപുൽത്തണ്ടിൽ പാട്ട് ഉറങ്ങിക്കിടക്കുന്നു എന്ന് കവി വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഏതു തരത്തിലും സൗന്ദര്യം തികഞ്ഞ വരികളാണ് ഇത്. ഇതുപോലെ സുന്ദരമായ വരികൾ. ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുത ധാരയിൽ കാൺമതില്ല ഞാൻ ഒന്നും അമേയമാം ആത്മവിസ്മൃതി പുൽകുമാ വേളയിൽ അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേർന്നിടവേ. ആസ്വാദനക്കുറിപ്പ്. കവിതയുടെ ആശയം, പദച്ചേർച്ച, പ്രയോഗഭംഗി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഭാവഗീതങ്ങളുടെയും പരീക്ഷണാത്മക കവിതകളുടെയും കവിയാണ് ജി കുമാരപിള്ള. ജീവനുള്ള പാട്ട് ഭാവഗീതത്തിൻ്റെ സ്വച്ഛതയും നൈർമല്യവും പുലർത്തുന്ന കവിതയാണ്. സംഗീതത്തിൻ്റെ അനിർവചനീയമായ അനുഭൂതി നിമിഷങ്ങളിൽ ഗായകൻ അപ്രസക്തനാകുന്നു. ഗാനം മാത്രം നിലനിൽക്കുന്നു. സംഗീതം അഭൗമമായ നാദവീചികളുടെ ഗന്ധർവ സ്വരമായി മാറുന്ന രാസപ്രക്രിയയെക്കുറിച്ചാണ് ഈ കവിതാഭാഗം ഓർമ്മിപ്പിക്കുന്നത്. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്ന് അത്ഭുതോദാരമായ പാട്ട് സൃഷ്ടിക്കുന്ന ഗന്ധർവ ബാലന്റെ മുന്നിൽ അവൾ വിസ്മയഭരിതയാവുന്നു. എന്നും പാട്ടു കേൾക്കുന്നുണ്ടെങ്കിലും പാട്ടിൻ്റെ അനുഭൂതി നിമിഷങ്ങളിൽ പാട്ടുകാരൻ്റെ രൂപം കാണാനാവുന്നില്ല. ഗായകനെ ഒരു നോക്കു കാണാനായി ഒരു നിമിഷത്തെ മൗനം അവൾ കൊതിക്കുകയാണ്. ഗാനവും ഗായകനും വേറെ അല്ലാതാകുന്ന, ഗാനം മാത്രം നിലകൊള്ളുന്ന അദ്വൈതത്തിൽ നിന്ന് പാട്ടുകാരനെ വേറിട്ട് കാണാൻ അവൾക്കേറെ മോഹമുണ്ട്. ലോലമായ പുല്ലാങ്കുഴലിൻ്റെ നാദലോക അത്ഭുതധാരയിൽ അവൾ അവളെ തന്നെ മറന്നുപോകുന്നു. വിലയനം സാധ്യമാക്കുന്ന ആത്മവിസ്മൃതിയോളം എത്തുന്ന താതാത്മ്യത്തിൻ്റെ വഴികളിലേക്കാണ് ഗായകൻ്റെ ഗന്ധർവത്വം അവളെ പരിണമിപ്പിക്കുന്നത്. അമേയമായ ആത്മവിസ്മൃതി പുൽകുന്ന വേളയിൽ കാൺമതില്ലൊന്നും എന്ന് പറയുന്ന അവൾ സംഗീതത്തിൻ്റെ സ്വർഗീയ ഭാവത്തെക്കുറിച്ചാണ് പാടുന്നത്. ഉജ്ജ്വല ഗാനനിർച്ചരിയിൽ വ്യക്തിഭാവങ്ങളിൽ അലിഞ്ഞുതീരുന്ന ഏകീഭാവത്തിൻ്റെ ആത്മീയ നിർവൃതിയായി ഈ കവിതാഭാഗത്തെ കാണാം. നാദരൂപാത്മകത്വം എന്നത് ഭാരതീയമായ ഒരു പരികൽപ്പനയാണ്. നാദത്തിൽ നിന്നു രൂപത്തെ വേർതിരിക്കാനുള്ള അവളുടെ ശ്രമം ഹൃദയ സംഘർഷത്തിലേക്ക് നയിക്കുന്നു. നാദത്തിൻ്റെ പരമഭാവത്തെ ആദിയിൽ നാദമുണ്ടായി എന്ന സങ്കല്പവുമായി ചേർത്തു വയ്ക്കുമ്പോൾ പാട്ടുതന്നെ സ്വയം ജീവനുള്ളതായി മാറുന്നു. താവകോജ്വല ഗാനം, ഗാനലോലനായി, ലോലമാകുമ പുല്ലാങ്കുഴൽ തുടങ്ങിയ പദങ്ങൾ ഗാനത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തുന്നവയാണ്. ആത്മവിസ്മൃതി പുൽകുമാ വേള എന്ന പദങ്ങളിലൂടെ ഗാനത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം സൂചിപ്പിക്കുന്നു. ദിവ്യഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേരുക എന്ന അവസ്ഥ ആസ്വാദനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയെ കുറിക്കുന്നതാണ്. കവിതയുടെ ആസ്വാദന തലം വിവരണത്തിന് അതീതമാണ്.